ഒരു റെയിൽ പാളം കണ്ടില്ലേ? ഈ റെയിൽ പാളത്തിലൂടെയാണ് ഗർഡറുകൾ കൊണ്ടുവരുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ചെറുവണ്ണൂരാണ്. ചെറുവണ്ണൂർ ഫ്ലൈ ഓവറിന്റെ വർക്ക് നടക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ നമ്മൾ 2-3 വീഡിയോകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എത്രത്തോളം മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാനാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സിറ്റി ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി ആണ് ഈ വർക്ക് നടക്കുന്നത്. വളരെ നാളായി വർക്കുകൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ ബ്ലോക്കുകളൊക്കെ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്, വാർത്തകളിലൊക്കെ വന്നിരുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങിയിട്ട് നോക്കാം. തുടക്കം തന്നെ വലിയൊരു ബ്ലോക്ക് കണ്ടില്ലേ? കുറേ ബസ്സുകൾ സമയത്തിന് സ്റ്റാൻഡിൽ എത്താൻ പറ്റാതെ ബുദ്ധിമുട്ടാവുന്നുണ്ട്. കുറേ നാളായിട്ട് കാണുന്നൊരു കാഴ്ചയാണ്. ഈ ഭാഗത്ത് വലിയ ബ്ലോക്കുകളാണ്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേഗത്തിൽ വന്നാൽ മാത്രമാണ് ഈ ബ്ലോക്കുകൾ ഒഴിവാക്കാൻ പറ്റുള്ളൂ. കുറേ തൃശ്ശൂർ അതുപോലെ എറണാകുളമൊക്കെ പോകുന്ന വലിയ ബസ്സുകളൊക്കെ ഇതിൽ പെട്ട് കിടക്കാറുണ്ട്. പിന്നെ ടൗണിൽ ഓടുന്ന ബസ്സുകൾക്കൊന്നും കറക്റ്റ് ടൈമിന് സ്റ്റാൻഡിലെത്താൻ പറ്റാത്ത ബുദ്ധിമുട്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇതുപോലെയൊക്കെ റോങ് സൈഡിലൂടെയൊക്കെ എടുത്തിട്ടൊക്കെ അവർ പോവാറുള്ളത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കറക്റ്റ് ടൈമിന് ഈ ഇത്രയും വലിയ ബസ്സുകളൊക്കെ അവിടെ എത്തിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. അപ്പോൾ പില്ലറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ആണ് നമ്മൾ ഇത് ഈ വീഡിയോ നിർത്തിയിരുന്നത്. ഇവിടെ വന്നിട്ട് തന്നെ കുറേ നാളായിട്ടുണ്ട്. ഇതിപ്പോൾ മുകളിൽ ഇതാ ഗർഡറുകൾ വെച്ച് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഭാഗത്തൊക്കെ ഗർഡറുകൾ വെച്ച് കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് മുൻവശത്തൊക്കെ പോയി നോക്കാം. സർവീസ് റോഡിൻ്റെ ഭാഗത്തൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾ വളരെ സ്ലോവിലാണ് പോകുന്നത്. ഇവിടെ ഇനി മണ്ണിട്ട് ഈ ഭാഗങ്ങൾ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട് ഈ പാലത്തിൻ്റെ ഹൈറ്റിലേക്ക്. അപ്പോൾ നമുക്കിങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി നോക്കാം. എത്രത്തോളം വർക്കുകൾ കഴിഞ്ഞു എന്ന് അറിയില്ല. ഇവിടുത്തെ വലിയൊരു പ്രോബ്ലം ഈ ബ്ലോക്ക് തന്നെയാണ്. പൊടിപടലങ്ങൾ പറന്ന് മഴ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പം വളരെ വേഗത്തിലാണ് പൊടിപടലങ്ങൾ വരുന്നത്. ഇതാണ് നമ്മുടെ ഈ ഭാഗത്ത് വരുന്ന ഫുട്പാത്തിൻ്റെ വർക്കുകൾ. ഫുട്പാത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ കട്ട വിരിക്കാൻ വേണ്ടിയാണ്, ഇൻ്റർലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ, ആ ഒരു ഗ്യാപ്പൊക്കെ ചെയ്തിട്ടുള്ളത്. അതാണ് കണ്ടില്ലേ, ഇവിടെ ഒരു ഗർഡർ വെച്ച് കാണുന്നുണ്ട്. സെൻറ്ററിലൊക്കെ ഇനി പോയ ഭാഗത്ത് ഗർഡർ വെക്കാനുണ്ട്. അവിടെയും ഒരു 2 ഗർഡർ വെച്ച് കഴിഞ്ഞു. ഇനി ഈ സെൻറ്ററിലൊക്കെ ക്ലിയർ ചെയ്ത് വരാനുണ്ട്. മണ്ണൊക്കെ പഴയ പോലെ അതുപോലെ അവിടെ കിടക്കുകയാണ്. പില്ലറിൻ്റെ വർക്കുകൾ മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ കുറച്ച് ഭാഗത്ത് വീണ്ടും തുടങ്ങിക്കഴിഞ്ഞു. സ്ലാബ് ഇടാൻ വേണ്ടിയിട്ട് കമ്പിയൊക്കെ കെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വർക്കേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. ഫുൾ പില്ലറിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് കാണുന്നുണ്ട്. ഇവിടെയാണ് ഗർഡർ വെച്ചത്. ഇതിന് താഴെ കുറേ സ്റ്റാൻഡുകൾ എന്തിനാണ് വെച്ചതെന്ന് അറിയില്ല. ഇതിൻ്റെ മുകളിൽ സ്ലാബ് ചെയ്യുന്ന സമയത്ത് സ്റ്റാൻഡ് ഇതുപോലെ ചെയ്യാറുണ്ട്. നമ്മൾ ഹൈവേൻ്റെ വർക്കിനൊക്കെ കണ്ടത്. ഇവിടെ എന്താണ് ഇങ്ങനെ അറിയില്ല കേട്ടോ. ഓരോ വർക്കുകളും വ്യത്യസ്തമായ ഡിസൈനിലായിരിക്കും വർക്കുകൾ ചെയ്യാൻ. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ. ഈ ഭാഗത്ത് വലിയൊരു റൗണ്ട് ഓപ്പോട്ടും കൂടെ വരും. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവിടെ വർക്ക് കഴിയുക. ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ ഭാഗത്ത് മണ്ണിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട്. പില്ലർ വർക്കുകൾ കഴിഞ്ഞ ഭാഗങ്ങൾ കാണാം. തുടക്കത്തിലും ഇതുപോലെ ഗർഡർ വെച്ചതായി കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം ആ ഭാഗങ്ങളിലൊക്കെ വെച്ചത്. ആ കാണുന്ന റോഡാണ് കൊളത്തറ കുന്നത്തുപാലം മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡ്. കണ്ടില്ലേ, വാഹനങ്ങൾ ഇങ്ങനെ ക്യൂ ആയി ഇങ്ങനെ നിൽക്കാന്നല്ല, വാഹനങ്ങൾ വളരെ പതുക്കെയാണ് ഇവിടുന്ന് കടന്നു പോകുന്നത്. ഇതുവഴിയൊന്നും ടൗണിലേക്ക് വരുന്നവർ ഇതുവഴി വരാതിരിക്കുകയാണ് നല്ലത്. മണിക്കൂറുകൾ സമയം ഈ ബ്ലോക്കിൽ നിങ്ങൾക്ക് പെട്ട് കിടക്കും. അറിയുന്നവർ മറ്റു ഭാഗങ്ങളിലൂടെയൊക്കെ പോകുന്നതായിരിക്കും നല്ലത്. ഹൈവേയിലൂടെ വന്ന് തൊണ്ടയാട് വഴി ടൗണിലേക്ക് പോകുമായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ഇതുവഴി കടന്നു പോകാതിരിക്കുക. രാമനാട്ടുകര മുതൽ ഈഞ്ചന്ത ഈ വഴിയൊന്നും പോവാതിരിക്കുക. അപ്പോൾ ഒരു പാർട്ടിക്കാർ പ്രതിഷേധത്തിൻ്റെ ബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അശാസ്ത്രീയമായിട്ടുള്ള ഡ്രൈനേജ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ട്രാഫിക് ജാം പെട്ടെന്ന് തീർക്കാനുള്ള വഴികൾ ഒരുക്കണം. അങ്ങനെയൊക്കെയുള്ള ബോർഡുകൾ, മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കുക എന്നുള്ള കൊടുത്തിട്ടുള്ള ബോർഡുകളും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ നടക്കുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ വർക്കുകൾ നേരത്തെ ഉണ്ടായിരുന്ന റോഡുകളും കുറച്ച് ഭാഗം ക്ലിയർ ചെയ്തതൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്.
കുണ്ടും കുഴിയൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം വാഹനങ്ങൾ വളരെ സ്ലോവിലായിട്ട് പോകുന്നത്. പിന്നെ ഈ ജംഗ്ഷനുകളായതുകൊണ്ടാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നത് കൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. എല്ലാ പില്ലറും വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഡ്രൈനേജിന് കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പി കെട്ടി കിടക്കുന്ന ഒരു ഭാഗം. ഇവിടെ ഇതൊക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഭാഗത്തേക്ക് വെള്ളമൊക്കെ ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോവാനും അതിൽ നിന്ന് വേസ്റ്റൊക്കെ വലിച്ചു കൊണ്ടുപോകാനൊക്കെ പറ്റുന്ന രീതിയിലാണ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. അവിടെയൊക്കെ ഗർഡറുകൾ വെച്ച് കഴിഞ്ഞു. ആ ഭാഗത്തൊക്കെ ഇവിടെയൊക്കെ പോലീസൊക്കെ ഉണ്ട് ചെക്കിങ് ഇവരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും വാഹനങ്ങളുടെ കൂടുതൽ വരുന്നത് കൊണ്ടാണ് ഇവിടെ വലിയ ബ്ലോക്ക് അനുഭവിക്കുന്നത്. രാമനാട്ടുകര ഭാഗത്തുനിന്ന് കോഴിക്കോട് ടൗൺ ഭാഗങ്ങളിലേക്ക്, ഫറൂഖ് ഭാഗത്തുനിന്ന് ടൗൺ ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന വാഹനങ്ങളാണ് കൂടുതൽ. വൈകുന്നേരങ്ങളിൽ രാവിലെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് അനുഭവിക്കുന്നത്. സ്കൂൾ ടൈമൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കാം കൂടുതൽ സമയം ബ്ലോക്കിൽ പെട്ട് കിടക്കുന്നത്. കറക്റ്റ് സമയത്ത് ആളുകൾക്ക് ജോലിക്കും അവിടെ ഒന്നും പോകാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷമുണ്ട്. ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ വേഗത്തിൽ നടക്കുന്നുണ്ട്. വർക്ക് കാണാം. പുതിയ മണ്ണാണ്, എവിടെന്നാ കൊണ്ടുവന്ന് കൂട്ടിയതാണ്. ഇവിടെ ക്ലിയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഡ്രൈനേജിൻ്റെ ഭാഗത്തൊക്കെ ഇട്ട് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ഫറൂഖ് ഭാഗത്തുനിന്ന് വരുന്ന റോഡ്. ഫറൂഖ് ഭാഗത്തുനിന്ന് വരുന്ന റോഡിൽ നിന്ന് വാഹനങ്ങൾ, രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ. ഇവിടെയും കുറച്ച് വാഹനങ്ങളൊക്കെ നേരത്തെ ഇങ്ങനെ തിരിഞ്ഞു വന്നിരുന്ന ആ ഭാഗം ഇപ്പോൾ അടച്ചു വെച്ച പോലെയാണ്. ഇവിടെ വാഹനങ്ങളൊന്നും കടക്കുന്നില്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗർഡറുകൾ ലോഞ്ച് ചെയ്യുന്നത്. ഇതൊരു റെയിൽ പാളം കണ്ടില്ലേ, ഈ റെയിൽ പാളത്തിലൂടെയാണ് ഗർഡറുകൾ കൊണ്ടുവരുന്നത്. ഇവർ ക്രെയിനൊന്നും ഉപയോഗിച്ചല്ല തോന്നുന്നത് ഇത് പാലങ്ങൾ ഗർഡർ എടുത്തു വെക്കുന്നത്. നമ്മുടെ ഹൈവേൻ്റെ വർക്കുകളൊക്കെ കണ്ടിരുന്നത് ഗർഡർ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ ഓരോ കമ്പനിയുടെ വ്യത്യസ്തമാണ്. ULCC ഹൈവേ വർക്കൊക്കെ എടുക്കുന്നുണ്ട്. ഹൈവേ വർക്ക് നമ്മളെ കാസർഗോഡ് ഒറ്റത്തൂണിലുള്ള ഹൈവേൻ്റെ വർക്കൊക്കെ ULCC ആണ് എടുത്തിട്ടുള്ളത്. അവരങ്ങനെയൊക്കെ വർക്കുകൾ എടുത്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ഇതാ പുതിയ ഒരു റെയിൽ പാളങ്ങൾ വെക്കാൻ ഇങ്ങനെ കട്ടകളൊക്കെ വെച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് മുൻവശത്തേക്കൊക്കെ ഗർഡർ വെക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഗർഡർ വെക്കുന്ന വർക്കുകൾ കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ വർക്കുകൾ നടക്കുന്നതാണ് തോന്നുന്നത്. പിന്നെ മുകളിൽ സ്ലാബ് ചെയ്യാൻ കുറച്ച് ഈസി ആയിട്ടുള്ള വർക്കുകളായിരിക്കും. വാഹനങ്ങൾക്ക് ബ്ലോക്കിലൊന്നും അത്ര ഉണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ പറയുന്ന പോലെ ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. വർക്കിൻ്റെ കാര്യം വളരെ സ്ലോവിലേക്കാണ് നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്ത്. പക്ഷേ കുറച്ച് ഭാഗത്തൊക്കെയാണ് ഇതിന് മുകളിൽ സ്ലാബ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മെഷീന്. ഈ ട്രെയിന് ഇതിൻ്റെ മുകളിൽ ഈ പാളത്തിലൂടെ ഇങ്ങനെ നീക്കിയിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. ൊക്കെ സ്ലാബ് ചെയ്യാനുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. കാണാം, അതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഷീറ്റ് വിരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള വർക്കുകളൊക്കെ തുടക്കമിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള കറണ്ട് കൊടുക്കുന്ന ജനറേറ്റർ അതിൻ്റെ മുകളിൽ തന്നെ കഴിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് രാമനാട്ടുകര ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ. ഇവിടെ ഡ്രൈനേജിന്റെ മുകളിൽ സ്ലാബ് ചെയ്യാത്തതുകൊണ്ട് കുറെ ഷീറ്റ് വെച്ചാണ്ടാണ് കൊടുത്തിട്ടുള്ളത് ആളുകൾക്ക് കടന്നു പോകാനുള്ള രീതിയിൽ. കണ്ടില്ലേ, ULCC ലിമിറ്റഡ് അതിൻ്റെയൊക്കെ ഒരു സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ട്രെയിനിൽ. വർക്കേഴ്സ് അതിൻ്റെ മുകളിലുണ്ട്. സ്ലാബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ തുടക്കം അവർ ചെയ്യുന്നുണ്ട്. പ്രോബ്ലം എന്താ പറഞ്ഞാൽ സർവീസ് റോഡ് വീതി ഇല്ലാത്ത ഒറ്റ വണ്ടികൾക്ക് പോകാനുള്ള വീതിയേ ഉള്ളൂ. കണ്ടില്ലേ, ഒരു ബസ് പോയി കഴിഞ്ഞാൽ ഒരു ബൈക്കിനും കൂടെ അതിനെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അതുകൊണ്ടാണ് വലിയ ബ്ലോക്ക് ഉണ്ടാവുന്നത്. പിന്നെ ഇവിടെയൊക്കെ മെറ്റൽ മാത്രമാണ് കാണുന്നത്. വർക്ക് വേറെ ഒന്നും ചെയ്യാതെ കിടക്കുന്ന പോലെയാണ്. ബസ്സൊക്കെ കുണ്ടും കുഴിയിലൊക്കെ ചാടി കളിച്ച് ഇങ്ങനെ അങ്ങോട്ട് എത്തുമ്പോഴേക്ക് സമയമെടുക്കും. അപ്പോൾ അതിൻ്റെ പുറകിലിങ്ങനെ വാഹനങ്ങൾ ഒറ്റ ലൈനായിട്ട് ഇങ്ങനെ വരുമല്ലേ, അതുകൊണ്ടാണ് ബ്ലോക്ക് കൂടുന്നത്.
ഇവിടെയാണ് വർക്കിന്റെ സാധനങ്ങളൊക്കെ ഇതിന്റെ സെന്റർ ഭാഗത്താണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ആ ഭാഗത്തേക്ക് മണ്ണിട്ട് ഉയർത്തി ലെവൽ ചെയ്ത് കൊണ്ടുവരാനുള്ള വർക്കുകളേക്കാരം ആ ഭാഗങ്ങളിലേക്കൊക്കെ ഇവിടുന്ന് ഇങ്ങനെ സെന്റർ ഭാഗത്തു നിന്ന് ഇങ്ങനെ റോഡ് അങ്ങനെ ചെയ്യലായിരിക്കും. ഇതൊക്കെ ഇനിയും സ്ലാബ് ചെയ്യാനുണ്ട്. ഒന്ന് വേഗത്തിൽ ചെയ്യൂ, അതാണ് എനിക്കും പറയാനുള്ളത് കമ്പനിയോട്. വേഗത്തിൽ ചെയ്ത് ജനങ്ങളെ ഈ ബുദ്ധിമുട്ടിൽ നിന്നൊന്ന് ഒരു രക്ഷ കൊടുക്കണം. എത്ര നാളായിട്ട് കിടക്കുകയാണ്. ടൗണിലേക്കൊക്കെ പോകുന്ന ആളുകൾ കറക്റ്റ് സമയത്തിന് എത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ. സൈഡിൽ ഇതാണ് കുറച്ച് ഭാഗങ്ങളിലൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്. ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങളാണ് ഇങ്ങോട്ട് രാമനാട്ടുകര ഭാഗത്തേക്ക്. ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറുവണ്ണൂർ ഭാഗത്ത് ഫ്ലൈ ഓവറിന്റെ വർക്കിന്റെ പുതിയൊരു അപ്ഡേറ്റ്. അപ്പോൾ വീണ്ടും കാണാം മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായി. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.